ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വെബിനാറിലേക്ക് നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ട്. നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റും ഡെയിലി ഇതുപോലത്തെ മീറ്റിങ്ങിൽ നിങ്ങളൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്ന സമയത്തുള്ള ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള പ്രോഗ്രസ്സിനെ അറിയുവാനും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതുപോലത്തെ സിറ്റിങ്ങുകൾ നിങ്ങൾ കാണണമെന്നാണ് വളരെ വിനീതമായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൽ നിരന്തരമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി നല്ല ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഗെയിമിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് താനും. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം ഇവിടെ ഉണ്ടാവും. മാത്രമല്ല കുറച്ച് സമയം, ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഇന്ന് ശരിക്കും ഈ ഒരു മീറ്റിംഗ് വെക്കാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി 2-3 ദിവസം ഞാൻ ട്രാവലിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ആഴ്ചയിലുള്ള ഈ മീറ്റിംഗ് അഡ്വാൻസ് ആയിട്ട് തന്നെ വെക്കാനുള്ള ഒരു കാരണം. ഇതുപോലത്തെ വേറെയും ഒരു 5 ഗ്രൂപ്പുകൾ ഇതേ ഒരു എനർജിയിലും അതേ ഒരു വൈബിലും തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഷെഡ്യൂൾ ചെയ്യേണ്ട ആവശ്യാർത്ഥവും അതേപോലെ തന്നെ നിങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യത്തിന്റെ പുറത്താണ് ലൈവായിട്ട് ഇതുപോലൊരു സെഷന് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടിയും നിങ്ങളെല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വന്നിട്ടുണ്ട്. അതിന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എല്ലാവർക്കും നമസ്കാരം അറിയിക്കുകയാണ്. ഇന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ കോച്ച് എന്ന നിലയിൽ മാത്രമല്ല, പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങളിലുള്ള ഒരാളായിട്ടാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. പലപ്പോഴും മുന്നൊക്കെ എൻ്റെ ഒരു അവസ്ഥ കണ്ണാടി നോക്കുന്ന സമയത്ത് സ്വന്തം രൂപം കണ്ടിട്ട് വിഷമിച്ച എത്രയോ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ഫോട്ടോന്റെ മുന്നിൽ കൂട്ടൂല. ഫോട്ടോ വേറെ ആൾക്കാർ എടുക്കുന്ന സമയത്ത് അനീഷയെ എന്ന് വിളിക്കുന്നതിനാട്ടി കൂടുതൽ തടിയ എന്ന് വിളിക്കുന്ന ഒരവസ്ഥ വരെ എനിക്കുണ്ടായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട വസ്ത്രം പാകമാവാതെ മാറ്റി വെച്ചിട്ട് നമ്മളെ സ്റ്റെയറിലൊക്കെ മാറ്റി വെച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്റ്റെയറിലൊക്കെ കയറുമ്പോൾ കിതക്കുന്ന ആ ഒരു പഴയ ഒരു അനീഷിനെ ഞാൻ ആലോചിക്കുകയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ റിവേഴ്സ് ചെയ്ത് മൈൻഡിനെ ട്യൂൺ ചെയ്ത് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ആന്റി ഏജ് പ്രോസസ്സിലേക്ക് വരാൻ കഴിഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനും അതേപോലെ എന്താണ് ഭക്ഷണം കഴിക്കേണ്ടത്, എത്രയാണ് കഴിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവാണ്. മനസ്സിലാവുണ്ടോ? നമുക്ക് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കഥ ഉണ്ടാവും. ഒരു കഥ ഉണ്ട്. ഒരാൾ വിദേശത്തേക്ക് പോയി, വലിയ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്, നല്ല സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ അമിതഭാരം കൊണ്ട്, ഓവർ വെയിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് അസുഖം വന്ന സമയത്ത് ആരോഗ്യത്തിന്റെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, നിഷേധിക്കപ്പെട്ടു. ഈ ചെറുപ്പക്കാരന് പിന്നെ ചിന്തിച്ചത് എൻ്റെ ശരീരം ഇത്ര ഹതഭാഗ്യ അവസ്ഥയിൽ ആയല്ലോ എന്ന് പറഞ്ഞ് സ്വയം പഴിക്കുകയാണ് ഉണ്ടായത്. നമുക്കാർക്കും അതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. എൻ്റെ അറിവിലുള്ള ഒരു സുഹൃത്തിന്റെ അവസ്ഥയാണ്. പണം ഉണ്ടായിട്ടും ആരോഗ്യമില്ലാത്ത അവസ്ഥ. ഏറ്റവും വലിയൊരു കോടീശ്വരനായിരുന്നു ജുൻജുൻ വാല എന്ന് പറയുന്ന ഒരാള്. അദ്ദേഹത്തിന് കോടികൾ ആസ്തിയുണ്ട്, പക്ഷേ തൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റിയില്ല. അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല്, ലോകത്തിൽ എല്ലാം ഞാൻ നേടിയെടുത്ത് പക്ഷെ എൻ്റെ ആരോഗ്യത്തെ റിക്കവറി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അതന്നെയല്ലേ. പാതി വഴിയിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്നതിലും വലിയ സങ്കടം വേറെ എന്താ ഉള്ളത്? ആരോഗ്യം എന്നുള്ളത് ഒരു ലക്ഷ്യമല്ല. അത് നമ്മൾ സ്നേഹിക്കും തോറും അതിനോട് വല്ലാത്തൊരു ലവാണ് നമുക്ക് ഉണ്ടാവുക. ഇത് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഇതാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നേടിയെടുക്കുന്നത്. നമ്മളെ ലക്ഷ്യം, നമ്മളെ വിഷൻ എന്ന് പറയുന്നത് ഹെൽത്തി ആവുക, ഫിറ്റ് ആവുക എന്നതാണ്. ഇത് ഒറ്റക്ക് ചെയ്യുന്ന സമയത്തും കൂട്ടമായിട്ട് ചെയ്യുന്ന സമയത്തും രണ്ടും രണ്ടായിരുന്നു. ഒറ്റക്ക് ചെയ്യുന്ന സമയത്ത് പല വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വരും. നമ്മൾ ഇതിന്റെ മുന്നേ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന്റെ മുന്നേ വീടിന്റെ ടെറസിലോ മുറ്റത്തോ ഓടിയിട്ട് ധാരാളം വ്യായാമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരാഴ്ച ആവേശത്തോടെ നമ്മൾ ചെയ്യും. പക്ഷെ രണ്ടാമത്തെ ആഴ്ച എത്തുന്ന സമയത്ത് ആ ആവേശം സാധാരണ എന്താ ഉണ്ടാവുക? തടുക്കുകയാണ് ചെയ്യാം. ഒരു ഉദാഹരണത്തിന്, ഒരു തീപ്പെട്ടി കൊള്ളി ഒറ്റക്ക് കത്തിക്കഴിഞ്ഞാൽ അത് വേഗം അണഞ്ഞു പോകും. എന്നാൽ ഒരു കൂട്ടം വിറകുകൾ ഒരുമിച്ച് കത്തിയാലോ അതൊരു വലിയ തീജ്വാലയായിട്ട് മാറും. അപ്പോൾ ഒറ്റക്ക് ചെയ്യുമ്പോൾ എന്താണ് ബെനിഫിറ്റ്, എന്താണ് കോൺസിക്വൻസ് എന്നുള്ളത് തിരിച്ചറിയാം.
എന്നാൽ കൂട്ടമായിട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഗുണങ്ങൾ, അതിൽ ദോഷങ്ങൾ ഉണ്ടായി ഞാൻ പറയാം. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറേ അധികം ബുദ്ധിമുട്ടുകളാണ്. റിസ്ക് എന്താ? ഒന്ന്, ശാസ്ത്രീയമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്നുണ്ടെങ്കിൽ കഠിനമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യും, ക്രാഷ് ഡയറ്റുകൾ ചെയ്യും, നമ്മളെ പേശികൾ നമ്മളെ മസിൽസുകൾക്കൊക്കെ ഇഞ്ചുറി വരാൻ സാധ്യത ഉണ്ട് അല്ലെ? അത് നമ്മളെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ഇനി നമുക്ക് ജിമ്മിൽ പോവാണെങ്കിലോ, നമ്മൾ നമ്മളേതായിട്ടുള്ള രീതിയിൽ ഡബിൾസ് പൊക്കും, സ്ട്രെങ്തൻ വർക്കൗട്ടുകളൊക്കെ ചെയ്യും. അപ്പോ അത് നമുക്ക് വേണ്ടിയ റിസൾട്ട് കിട്ടൂല. എന്താ ഉണ്ടാവുക? സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാവുക. ഇനി നമ്മള് സപ്ലിമെന്റുകളൊക്കെ വാങ്ങി കഴിക്കുകയാണെന്നുണ്ടെങ്കിലോ, നമ്മൾ ഒരാൾ പറഞ്ഞ് നല്ല റിസൾട്ട് ഉണ്ട്, അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ സപ്ലിമെന്റുകൾ വാങ്ങി കഴിക്കുക, അതൊന്നും തെറ്റല്ല. സപ്ലിമെന്റുകളൊന്നും തെറ്റല്ല. ബട്ട് അതുകൊണ്ട് ഉണ്ടാവുന്ന കോൺസിക്വൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടൂല. അപ്പോഴും നമ്മളെ സമയം, പൈസ ഒക്കെ നഷ്ടാവും ചെയ്യും. അതുകൊണ്ടാണ് കൂട്ടമായിട്ട് പരിശ്രമിക്കുന്നതിന്റെ പ്രാധാന്യം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരം നമ്മളെ കമ്മ്യൂണിറ്റി ഡെയിലി സംസാരിക്കുന്നത്. അപ്പൊ അതൊരു പോസിറ്റീവായിട്ട് കാണും. അതാണ് സത്യത്തിൽ നമ്മൾ ഈ ഒരു അക്കാഡമി, നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ആയി മാറുന്നതിന്റെ ഉദ്ദേശം. പണ്ട് മുതൽക്ക് തന്നെ വേട്ടയാടുന്ന സമയത്ത് പോലും മനുഷ്യർ കൂട്ടായിട്ടാണ് വേട്ടയാടാൻ വേണ്ടി പോവുക. അപ്പോൾ വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ തളരുന്ന സമയത്ത് നിങ്ങളെ പിടിച്ചു ഉയർത്താൻ ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ റിസൾട്ട് കാണും. പക്ഷെ അതിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് കോഡ് ഓഫ് ഓണേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. ഇവിടെ ഒറ്റക്കല്ല നിങ്ങൾ. ആ തോന്നൽ മുഴുവനായിട്ട് മാറ്റി നിങ്ങളെ തലച്ചോറ്, ബ്രെയിന് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കും. നിങ്ങളെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ, കൂടെ നിർത്താൻ. നിങ്ങൾ തളരുന്ന സമയത്ത്, ഞാൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറയുന്ന സമയത്ത് നമ്മളെ എനർജി ഊർജ്ജസ്വലമാവും. മറ്റൊരാളുടെ മാറ്റം കാണുന്ന സമയത്ത് നമുക്കും അതുപോലെ പറ്റും എന്നുള്ള ഉള്ളിൽ നിന്നൊരു ഇൻട്രൻസിക് മോട്ടിവേഷൻ നമുക്ക് കിട്ടും. ഇതാണ് ഇവിടെ സത്യത്തിൽ ATF അക്കാഡമി ഇത്രയും ഏകദേശം ഒരു 4 വർഷത്തിന്റെ അടുത്തായി ഈ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടെ ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ഒരു പ്രാവശ്യം ഫീസ് അടച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളോ, എന്നാൽ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആ റിസൾട്ട് കിട്ടുക. ഒന്ന്, രാവിലെ മോർണിംഗിൽ നടക്കുന്ന എക്സസൈസ് ഉണ്ട്, ലൈവായിട്ട് പങ്കെടുക്കുക. ഇനി നമ്മളെ പോർട്ടലിൽ എഡ്യൂക്കേഷൻ സെഷൻ ഉണ്ട്, ലൈവായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ നമ്മൾ മീറ്റിങ്ങുകൾ കൂടാറുണ്ട്, ഗാദറിംഗ് കൂടാറുണ്ട്. ഏതെങ്കിലും സമയത്ത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ റെക്കോർഡ് അവൈലബിൾ ആണ്. മാത്രമല്ല നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പ്. എൻ്റെ ഒരു സുഹൃത്ത് ഇതിലുള്ള കമ്മ്യൂണിറ്റിയുടെ ഒരു മെമ്പറാണ്. അദ്ദേഹം പറഞ്ഞത് എത്രയോ പ്രാവശ്യം വിട്ടുപോകാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ നിരന്തരമായിട്ടുള്ള അനീഷ് ഭായിന്റെ ഫോളോ അപ്പ് ആണ് എൻ്റെ ഇതിൽ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളത്. ഞാൻ വലിയൊരാളായിട്ടല്ല, മറിച്ച് എനിക്ക് റിസൾട്ട് കിട്ടാനുള്ള കാരണം ഫോളോ അപ്പാണ്. പിന്നെന്താണ്? അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ്. നമ്മുടെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ്. ഇത്ര കാലം നിങ്ങൾ ഒറ്റക്ക് നിങ്ങളേതായിട്ട് രീതിയിൽ അല്ലെങ്കിൽ ചെറിയൊരു സപ്പോർട്ടിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ ടീമിൽ ഓരോ ലീഡേഴ്സിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ കേൾക്കാൻ വേണ്ടി റെഡി ആവണം. അതിൽ വലിപ്പം ചെറുപ്പം എന്നുള്ളതില്ല. നിങ്ങൾ ചെയ്യേണ്ട എത്ര, അതിൻ്റെ ഒരു കോഡ് ഓഫ് ഓർഡർ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 5 ഗ്രൂപ്പാണ് മെയിൻലി ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 5 ഗ്രൂപ്പിൽ ഓരോ ലീഡേഴ്സിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ലീഡേഴ്സ് പറയുന്ന, അല്ലെങ്കിൽ അവർ നിങ്ങളെ കാര്യങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അവർ വിളിക്കുന്ന സമയത്ത് കൃത്യസമയത്ത് നിങ്ങൾ മീറ്റിങ്ങിലും നമ്മൾ എക്സസൈസ് സെഷനിലൊക്കെ നിങ്ങൾ എത്തുക. നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അത് അവർക്കും കൂടി ഒരു മോട്ടിവേഷനാണ്. പിന്നെ പരസ്പരം നിങ്ങൾ ബഹുമാനിക്കുക. ഇതിൽ സീനിയേഴ്സ് ഉണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്, ഹൈ ക്ലാസ് പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരുണ്ട്. പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കുക. ഇത് റിസൾട്ട് കിട്ടിയ ഒരു മേഖലയാണ്. പിന്നെ പരസ്പരം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അഞ്ചാമത്തെ, നിങ്ങൾ സത്യസന്ധരാവുക. ആറാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവരവരുടെ രഹസ്യങ്ങൾ നമ്മൾ വേറൊരാളോട് പറയാതിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻ കൊടുക്കുക, അല്ലാത്ത നേരെ ആസ് എ കോച്ച് നിലക്ക് എന്നെ അറിയിക്കുക. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ടീമംഗങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ രീതിയിൽ എൻഗേജ്മെന്റുകൾ, ഗെയിമിഫിക്കേഷനുകളൊക്കെ നടത്തുന്ന സമയത്ത്
നമ്മൾ ഓരോ ടീം പൂർത്തിയാക്കുന്ന വർക്കൗട്ടുകളാവട്ടെ, ഡയറ്റ് ചലഞ്ചുകളാവട്ടെ, ഇത് പൂർത്തിയാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റുകൾ നിശ്ചയിക്കാൻ പറ്റും. അതിലൂടെ തന്നെ നല്ല രീതിയിൽ സമ്മാനങ്ങൾ കൊടുക്കാനും കഴിയും. എൻ്റെ ഒരു വീക്ക്നെസ് ആണ് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ആൾക്കാരെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, നിങ്ങൾക്ക് അത് എത്തുന്ന സ്ഥലത്തേക്ക് എത്തും. നിങ്ങൾ റിസൾട്ടിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ ഇതൊക്കെയാണ് ഈ വിഷയവുമായിട്ട് പറയാനുള്ളത്. സോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരിക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളുണ്ടാവും. ഓക്കെ. ഇനി ഓരോരുത്തർ അവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നതാണ് വളരെ വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതിന്റെ മുന്നേ തന്നെ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു അല്ലേ? ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസം നല്ല രീതിയിൽ അപ്ഡേഷനുകളൊക്കെ ഓരോരുത്തർ അയക്കുന്നുണ്ട്. ഓക്കെ. ഇതിൻ്റെയൊക്കെ ക്യാപ്റ്റൻസ് ആണ് അജിഷ മാഡം, വിസ്മയ മാഡം, അമ്പിളി മാഡം, ധന്യ മാഡം, അനില മാഡം. ഇവരാണ് നമ്മുടെ ക്യാപ്റ്റൻസ്. അപ്പോൾ ഇവർക്ക് നിശ്ചയിച്ച് കൊടുത്തിട്ടുള്ള മെമ്പേഴ്സ് ആണ് ഇവരൊക്കെ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ആൾക്കാർ ഇപ്പോൾ അജിഷ മാഡത്തിന്റെ കീഴിലുള്ള ആൾക്കാർ, വിസ്മയ മാഡത്തിന്റെ കീഴിലുള്ള ആൾക്കാർ, അമ്പിളി മാഡത്തിന്റെ കീഴിലുള്ള ആൾക്കാർ, ധന്യ മാഡത്തിന്റെ, അനില മാഡത്തിന്റെ, ഇവരൊക്കെ ജസ്റ്റ് ഓർമ്മിപ്പിക്കൂ നിങ്ങളെ. ഇവരും ഇതുപോലെ തന്നെ റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പ്രൊഫഷണലുകളല്ല. ആ ഒരു ബഹുമാനം നിങ്ങൾക്ക് ഉണ്ടാവണം. മറിച്ച് നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇവരെ സമീപിക്കണം. ഇവരെ റെസ്പെക്റ്റ് ചെയ്യണം. പരസ്പരം ഈ ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ നല്ലൊരു ഇന്റർ കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അതൊക്കെ വഴിയെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കേൾക്കേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ ഗോളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോരുത്തർ സംസാരിക്കണം എന്നാണ് വളരെ വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ.